നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ രേണുസുതി റിലേറ്റഡ് ഒരു കണ്ടന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടന്റ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ അവർ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു. ആ പോസ്റ്റ് ഞാൻ ഇവിടെ സൈഡിലോട്ട് കൊടുക്കാം. ഇത് മനു എന്ന് പറയുന്ന മറ്റൊരു ഡോക്ടറുമായിട്ട് കല്യാണം കഴിച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു ബ്രൈഡൽ ഷൂട്ട് നടത്തിയിരിക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു. അന്ന് ഇവർ ഇതിനകത്ത് ഇട്ടേക്കുന്ന ഒരു ക്യാപ്ഷൻ ഉണ്ടായിരുന്നു. ആ ക്യാപ്ഷൻ ആയിരുന്നു നമ്മൾ വീഡിയോ കണ്ടന്റ് ആക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ, അതായത് ഇവർ കല്യാണം കഴിച്ച് എന്നുള്ള രീതിയിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വന്നേക്കുന്ന ഒരു ക്യാപ്ഷൻ ആയിരുന്നു. അന്ന് കുറേ ആൾക്കാർ ഇവർക്കെതിരെ നെഗറ്റീവ് പറഞ്ഞപ്പോഴൊക്കെ നമ്മൾ രേണു ചേച്ചിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത്. അതായത് ആ ചേച്ചിക്ക് മറ്റൊരു കല്യാണം കഴിക്കാനാണ് ആഗ്രഹം, അല്ലെങ്കിൽ മറ്റൊരു കല്യാണം കഴിച്ചെന്നുണ്ടെങ്കിൽ എന്താണ് തെറ്റ്? ഇവിടെ കുറേ ആൾക്കാർ രേണു ചേച്ചിയാണെങ്കിൽ സതി പോലുള്ള ആചാരങ്ങൾ അനുഷ്ഠിക്കണം എന്നൊക്കെ പറയുന്ന ഒരു മെന്റാലിറ്റിയാണ് പല ആൾക്കാരുടെ. അങ്ങനെയുള്ള നമുക്ക് അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ രേണു ചേച്ചിനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ദാസേട്ടൻ കോഴിക്കോടുമായിട്ടുള്ള ഒരു റീൽസ് വന്ന ടൈമിലൊക്കെ അപ്പോൾ ലാസ്റ്റ് ഞാൻ ആ ഒരു വീഡിയോ ഇട്ട ടൈമിൽ അവസാനം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഇട്ടേക്കുന്ന ഒരു പോസ്റ്റ് ഒരു ഫേക്ക് ആണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോൺസിക്വൻസസ് ഇതുവരെ ചേച്ചിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള സൈബർ ബുള്ളിങ്ങിനെക്കാട്ടിൽ കുറച്ചുകൂടെ വളരെ വലുതായിരിക്കുന്നുള്ളത്. എക്സാക്ട്ലി അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു മനു എന്ന് പറയുന്ന ഒരു ഡോക്ടറും ഈ രേണു ചേച്ചികളാണെങ്കിൽ ലാസ്റ്റ് ഇപ്പോൾ ഫൈനൽ ന്യൂസ് മലയാളത്തിലാണെങ്കിൽ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. അതിനകത്തുള്ള കുറച്ച് ബൈറ്റ് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. അതൊരു അഡ്വർടൈസ്മെൻ്റ് ആയിരുന്നു. അതായത് പാങ്ങാപ്പാറ, നമ്മുടെ ട്രിവാൻഡ്രത്ത് ശ്രീകാര്യത്തിനടുത്ത് പാങ്ങാപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സിട്ര ബ്യൂട്ടി ക്ലിനിക് എന്ന് പറഞ്ഞിട്ടൊരു ബ്യൂട്ടി പാർലറുണ്ട്. അവരുടെ അഡ്വർടൈസ്മെൻ്റ് ആയിരുന്നു അത്. ഓക്കെ, അവരുടെ അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ നടത്തിയത്. അതായത് ഇവർ ശരിക്കും കല്യാണം കഴിച്ചതല്ല. ഓക്കെ, ഇനി ബാക്കി പറയുന്ന കാര്യങ്ങൾ വേണം നിങ്ങൾ കേൾക്കാൻ. മേക്കപ്പ് ആണല്ലോ, ഓക്കെ, അതുകൊണ്ട് ആ ഒരു പാറ്റേൺ ആണ് നമ്മൾ ചെയ്തത്. അത് ഫോട്ടോസ് പുറത്ത് വന്നപ്പോഴത്തേക്കും വിവാഹം കഴിച്ചു എന്നുള്ളൊരു സംഭവം വന്നു. ഫോട്ടോസ് പുറത്ത് വന്നപ്പോൾ വിവാഹം കഴിച്ചെന്ന ആൾക്കാർ അങ്ങനെ വിചാരിച്ചിരിക്കുന്ന സാധനമല്ല. ഓക്കെ, നിങ്ങളിട്ട് ആ ഒരു ക്യാപ്ഷൻ്റെ പ്രസക്തമായിട്ടുള്ള ഒരു കുറച്ച് ഭാഗങ്ങൾ വായിക്കാവേ ഞാൻ. ഇത് ഞങ്ങളുടെ പ്രണയം തുളുമ്പുന്ന കുറച്ച് നല്ല ചിത്രങ്ങളാണ്. ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. ഈ ചിത്രങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ ഇതേ തുടർന്ന് വരുന്ന ഞങ്ങളുടെ ചാനൽ ഇൻ്റർവ്യൂ നിങ്ങൾ കണ്ടാൽ മതി. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും തുടർന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ നല്ല ദിവസത്തിനൊപ്പം നിന്നവർക്കൊക്കെ 1000 നന്ദി. അതായത് നല്ല ദിവസത്തിനൊപ്പം നിന്ന എല്ലാവർക്കും 1000 നന്ദി. രാജകുമാരൻ്റെയും രാജകുമാരിയുടെയും ജീവിതയാത്ര ഇവിടെ തുടരുന്നു. സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടേക്കുന്ന ഒരു സാധനമാണ്. ഇത് കാണുമ്പോൾ ഏതൊരാളും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇവരുടെ കല്യാണം കഴിഞ്ഞു എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഇങ്ങനെ ഒരു ക്യാപ്ഷന് കാര്യങ്ങളൊക്കെ ഇവർ കൊടുത്തേക്കുന്നത്. അതിനുശേഷം പുള്ളി പറഞ്ഞ ആ ഒരു ഫോട്ടോ വെളി വന്നപ്പോഴത്തേക്കിന് നേരെ ഇത് തല തിരിഞ്ഞു, കല്യാണം കഴിഞ്ഞു എന്നുള്ള രീതിയിലേക്ക് എല്ലാവരും അങ്ങനെ എടുത്തു എന്നുള്ളതാണ് പുള്ളി പറയുന്നത്. ഓക്കെ, ഇനി ഇന്റർവ്യൂവിന് അത് പറയുന്ന കാര്യങ്ങൾ കേൾക്കണം. ഡോക്ടറിനെ ബാധിക്കുന്നുണ്ടോ? പൊടിക്ക് ബാധിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതാണ്, ഞാൻ എല്ലാം പറഞ്ഞിട്ടാണ് ചെയ്തത്. അതെ, ഷൂട്ടിന് മുമ്പ് രേണു എൻ്റെ അടുത്ത് പറഞ്ഞു വേറെ ആളെ വേണമെങ്കിൽ നോക്കിക്കോ, ഞാനിത് ചെയ്യുന്നില്ല എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ എന്റെ പ്രശ്നം കൊണ്ടല്ല, എന്റെ ഇമേജ് എന്നുള്ള ഒരു പ്രശ്നമായിരുന്നു അവിടെ നോക്കിയത്. അതായത് ഇദ്ദേഹത്തിന്റെ ഇമേജിന് കോട്ടം ബാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഇമേജിന് കോട്ടം ബാധിക്കാത്ത ചില ഫോട്ടോസ് പുള്ളി തന്നെ തന്റെ സ്വന്തം ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഇട്ടേക്കുന്ന ഫോട്ടോസ് ഉണ്ട്. അത് ഞാൻ ഇങ്ങോട്ട് സൈഡിലോട്ട് ഓരോന്നായിട്ട് കൊടുക്കാവേ. ഫസ്റ്റ് ഫോട്ടോ കണ്ടല്ലോ, സെക്കൻഡ് ഫോട്ടോ അടിപൊളിയായിട്ടുണ്ട്. ഈ തൊപ്പി വേണോ? അതായത് ഇമേജിന് കോട്ടം തട്ടാത്ത ഫോട്ടോസാണ് കേട്ടോ. ഈ തൊപ്പി മാറ്റി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രശ്നമില്ല. അതിന് ഇമേജിന് ഒരു പ്രശ്നം ഉണ്ടാവാത്തൊരു വ്യക്തിയാണ്. അത് ഇതെന്തോന്ന് പുലികളിക്ക് പോകുമോ? ഈ ഫോട്ടോ ഇല്ലേ, ഈ ഫോട്ടോ അത്ര ഫണ്ണല്ല. ബാക്കി മുമ്പ് നമ്മൾ പറഞ്ഞൊക്കെ ഫണ്ണായിരിക്കും, പക്ഷേ ഈ ഒരു ഫോട്ടോ അത്ര ഫണ്ണല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ 2021 ഇന്ത്യൻ ആർമി റാലിയിൽ ഞാൻ പങ്കെടുത്തിട്ട് ഇതിനകത്തുള്ള ഫിസിക്കലും മെഡിക്കലും ഒക്കെ പാസ്സായിട്ട് ഇന്ത്യൻ ആർമിയിൽ പോകാൻ നിന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. ഓക്കെ, എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു റിക്രൂട്ട്മെന്റ് റാലി ആണെങ്കിൽ മറ്റേ അഗ്നിപഥ സ്കീം ഉണ്ടല്ലോ, 4 വർഷത്തെ കൂലിപ്പെട്ട ആൾക്കാർ, അവരെ കൊണ്ടുവരാൻ, അങ്ങനെ ഒരു സ്കീം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ നരേന്ദ്രമോദി സർക്കാരാണെങ്കിൽ ഞങ്ങളുടെ ഒരു റാലി മൊത്തത്തിൽ ക്യാൻസൽ ചെയ്തു. അങ്ങനെ നമ്മുടെ 1.5 വർഷം പോയി. ഇതിവിടെ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആർമിമാനായിട്ട് നിൽക്കാനെ കൊണ്ട് അത്രത്തോളം ആഗ്രഹിച്ചൊരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പം എനിക്ക് നമ്മുടെ ദേശത്തോട് എത്രത്തോളം സ്നേഹം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഫ്ലാഗിനോട് എത്രത്തോളം റെസ്പെക്ട് ഉണ്ടായിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു സാധനം പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് ഇയാൾ കാണിച്ചേക്കുന്ന ഈ ഒരു ഫോട്ടോ ഇല്ല, അതായത് ഇന്ത്യൻ ഫ്ലാഗിനെ വെറും നാണം കെടുത്തുന്ന രീതിയിൽ ഇയാൾ തുണി ചുറ്റിക്കൊണ്ട് കാണിച്ചേക്കുന്ന ഒരു സാധനമാണ്. ഒരു രീതിയിലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് കാണിച്ചേക്കുന്ന നാറി പരിപാടി, തെമ്മാടിത്തരമാണ് ഇയാൾ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത്തരം കാണിക്കുന്ന കാര്യങ്ങൾക്കെതിരാണെങ്കിൽ നിയമപരമായിട്ട് എന്തെങ്കിലും നടപടി എടുക്കാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയത്തില്ല. അറിയുന്ന ആൾക്കാരൊന്ന് കമന്റ് ബോക്സിൽ പറയണം. എനിക്ക് തോന്നുന്നു അങ്ങനെ എടുക്കാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, ഇവിടെ ഇപ്പം എനിക്ക് തോന്നുന്നു മൂപ്പൻ ബ്ലോഗ്സിൽ ശരത്തായിട്ടാണെന്ന് തോന്നുന്നു പറയുന്നതെന്ന് തോന്നുന്നു. ശരത്താൻ പറഞ്ഞൊരു കാര്യം, അതായത് പുള്ളിയാണെങ്കിൽ ഫെഫ്കയുടെ ഒരു പരിപാടിക്ക് എന്തോ പോകുന്ന ടൈമിലായിരുന്നു ഈ ഒരു രീതിയിൽ ഫ്ലാഗ് ഇട്ടിട്ട് പോകുന്നത്. അപ്പോൾ ഫെഫ്കയുടെ പരിപാടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, എല്ലാ ഇത്തരത്തിലുള്ള സാരി ഉടുത്താണുങ്ങൾ വരിക, അങ്ങനത്തെ പരിപാടി കാര്യങ്ങളെല്ലാം ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവിടെ പോലും ഇയാൾ ഈ ഒരു ഫ്ലാഗായിട്ട് വന്നേക്കുന്ന അക്സെപ്റ്റ് ചെയ്യാതെ ഇയാളെ അവിടെ നിന്ന് ഇറക്കി വിടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന തോന്നിയാസം ഇല്ലയോ? ഇയാൾ എന്നിട്ട് ബാക്കി ഇമേജിനെ കോട്ടം ബാധിക്കുന്നില്ല. ഈ കാണിച്ചിരിക്കുന്ന തോന്നിയാസമാണ് ഇയാൾ മൊത്തം കാണിക്കുന്നത്. ഓക്കെ, ഇനി പുള്ളി പറഞ്ഞ ഭാഗ്യം കേൾക്കണം. നമ്മളെ തേച്ചൊട്ടിക്കാം, പക്ഷേ ഈ തേച്ചൊട്ടിച്ചെടുത്തുനിന്ന് വടിച്ചെടുക്കുന്ന ഒരു വല്ലാത്തൊരു ലെവലിലോട്ട് നമ്മളെ ഒരു മെന്റൽ ഹറാസ്മെന്റ് ഒക്കെ. നമ്മൾ ഈ കമന്റ്സ് ഒക്കെ വായിക്കുമ്പോഴേ നമ്മൾ മനുഷ്യരല്ലേ, ചില ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമ്മുടെ ഒരു കൺട്രോൾ വിട്ടു പോകും. അങ്ങനെ എനിക്ക് തോന്നി.
ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവിടെ രേണു ചേച്ചിക്കാണെങ്കിൽ ഓൾറെഡി ഈ പറയുന്ന പോലെ ചേച്ചിനോട് കുറേ നെഗറ്റീവ് ഒക്കെ ഇരിക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്കിടയിലോട്ട് ഒന്നുകൂടെ മറ്റേ ഈ പറയുന്ന തീക്കകത്ത് പെട്രോൾ ഒഴിച്ച് കൊടുക്കുന്ന പോലാണ് ഇയാൾ കാണിച്ചിരിക്കുന്ന ആ ഒരു ഫോട്ടോക്കകത്തിലെ ക്യാപ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഓൾറെഡി രേണു ചേച്ചിക്ക് റീൽസ് ഒക്കെ ചെയ്യുന്നത് പല ആൾക്കാർക്കും അരോചകമായിട്ട് തോന്നുന്ന കാരണമായിട്ട് കുറേ നെഗറ്റീവ് കമൻസ് പല ആൾക്കാരും ഇങ്ങനെ ഇടുന്നുണ്ട്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ റീൽസിലെ രാജകുമാരിയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് വഴിയെ പോകുന്ന ഊക്ക് ചോദിച്ച് വാങ്ങിച്ചു കൊടുക്കുകയാണ് ഈ ചേച്ചിക്ക് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഇയാൾ വന്ന് പറയുന്നു ഓക്കെ പലരുടെയും കമന്റ്സ് ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. അതായത് അതിനുള്ള മറുപടി ഞാൻ പറയാം. അതായത് ആ ക്യാപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇത് ഒരു ടീം വർക്കാണ്. ഒരാള് രണ്ടാള് അങ്ങനെയുള്ള ഒരു ഇതല്ല, നമ്മുടെ ഒരു ടീം വർക്ക്. അപ്പം ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സജഷനും ഐഡിയാസും ഒക്കെ ഉണ്ട്. അപ്പം മുൻപ് ഫോട്ടോ ഫാക്ടറി എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റുഡിയോയ്ക്ക് വേണ്ടിയായിരുന്നു നമ്മൾ മോഡലിംഗ് ആയിരുന്നു, അതിന്റെ ഫോട്ടോഷൂട്ട് തന്നെ ആയിരുന്നു. പക്ഷേ ഇത് ആർട്ട് വേൾഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട്, അതൊരു വലിയ കമ്പനി ഒന്നുമല്ല, ഒരു സ്റ്റാർട്ടപ്പ് പോലെ നമ്മൾ തുടങ്ങും. അപ്പോൾ ഈ ആർട്ട് വേൾഡിന് വേണ്ടിയിട്ട് നമുക്കൊരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സാധനം ചെയ്യണം എന്നൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് എന്നുള്ളത് നമുക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പം ഓരോരുത്തരും ഓരോരോ സജഷൻസ് ഇങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഓക്കെ. അങ്ങനെ ഈ കറുത്ത കണ്ണാടി ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഒരു ടീമിലെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പം അവരെല്ലാം കൂടെ ചേർന്നെടുത്ത തീരുമാനമാണ് ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് പിന്നീട് ഈ പറയുന്നത് ഇങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുക്കാനെ കൊണ്ട് അങ്ങനെയാണെന്നുള്ളതാണ് പുള്ളി പറയുന്നത്. ഓക്കെ, അപ്പോഴും നല്ലൊരു പരിപാടിയാണ് കാണിച്ചേക്കുന്നത്. ഒരു ട്രെൻഡ് നോക്കുമ്പോൾ രേണു ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുകയാണ്. പല വഴിക്ക് പേരുദോഷം കേട്ടോണ്ട് ഇരിക്കുന്ന ഒരു കുട്ടി പക്ഷേ ഭയങ്കര ബോൾഡായിട്ട് വന്നൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഈ കുട്ടിയിലേക്ക് പോയി കൂടാന്നുള്ള ഒരു സംഭവം വന്നു. രേണുവിനോട് ചോദിച്ചപ്പം സമ്മതിക്കത്തില്ല എന്ന് കരുതിയിട്ട് തന്നെ സത്യം പറഞ്ഞാൽ ചോദിക്കുന്നത്. പക്ഷേ ഫസ്റ്റ് ചെയ്യാൻ റെഡിയാണോ എന്ന് ചോദിച്ചപ്പോൾ സ്പോട്ടിൽ ഓക്കെ എന്നാണ് ആൻസർ വന്നത്. രേണു ചേച്ചി, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇയാൾ ഈ കറുത്ത കണ്ണാടി വന്ന് ചോദിച്ചതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഓൾറെഡി ഇങ്ങനെ ഒരു നെഗറ്റീവ് ചേച്ചിക്ക് ഉണ്ട് എന്നുള്ളൊരു സാധനമാണ്. ഓക്കെ, ആ ഒരു നെഗറ്റീവിനെ ഇയാൾ കച്ചവടം ചെയ്യാൻ വേണ്ടിയാണ് ഇയാൾ വന്നേക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ പറയുന്ന പോലെ ചേച്ചിക്ക് വരുന്ന നെഗറ്റീവ്സിനെതിരെ സംസാരിച്ചാണ് നമ്മൾ ഈ പറയുന്ന കോണ്ടന്റ് നമ്മൾ കച്ചവടം ചെയ്യുന്നത്. പക്ഷേ ഇയാൾ ചെയ്തേക്കുന്ന കാര്യം അങ്ങനെയല്ല. ചേച്ചിയെ നേരിട്ട് കോൺടാക്ട് ചെയ്ത് ചേച്ചിക്ക് വരുന്ന ഈ ഒരു നെഗറ്റീവ്സും കാര്യങ്ങളും ഒക്കെ എടുത്തു വെച്ചിട്ടാണ് ഇയാൾ കച്ചവടം ചെയ്തേക്കുന്നത്. അല്ലേ, ഇയാൾ അതിന് അത്രത്തോളം ഒക്കെ ഇങ്ങനെ ഇത്ര നെഗറ്റീവ് ഒക്കെ വരുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കിയിട്ട് ഓക്കെ ഈ സാധനത്തിൽ നമുക്ക് എങ്ങനെ അങ്ങനെ കൊടുക്കാം. ഒരാളുടെ ജീവിതത്തിൽ മെയിനായിട്ട് കുറേ ആൾക്കാർ വലിയൊരു വിവാദമായിട്ട് ആൾക്കാർ സംസാരിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ചേച്ചിക്ക് ബ്ലെയിം കേൾക്കേണ്ടി വരുന്ന ഒരു സാധനമാണ്. അതിനെ വെച്ചിട്ടാണ് ഇയാൾ മറ്റേ വലിയ രീതിയിൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തത്. അതായത് നെഗറ്റീവ് സാധനം, അതായത് ഈ ഒരു നെഗറ്റീവ് ഫെയിം ഉണ്ടല്ലോ അതുണ്ടാക്കാൻ വേണ്ടി ചെയ്തേക്കുന്ന കാര്യം. എന്തൊക്കെയാണെങ്കിലും ഓക്കെ അയാൾ ചെയ്തൊക്കെ അയാളുടെ ഒരു സൈഡ്. അപ്പോഴും ചേച്ചി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ചേച്ചിയുടെ ലൈഫിലൊരു സാധനത്തിന് ആ ഒരു നെഗറ്റീവ്സിനാണ് ഇയാൾ എടുത്ത് വെച്ച് കച്ചവടം ചെയ്തത്. ഓക്കെ, അത് ചേച്ചിക്ക് കുറച്ചുകൂടെ കൂടുതൽ നെഗറ്റീവ് വരുന്ന രീതിയിലാണ് ഇയാൾ എടുത്ത് വെച്ച് കച്ചവടം ചെയ്തേക്കുന്നത്. നല്ല മനുഷ്യനാണ് എന്തായാലും. നമ്മളൊരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മൾക്ക് കംഫർട്ടുള്ള എന്തും നമ്മൾ ചെയ്യും. അതായത് വേഷങ്ങൾ, അതിനകത്ത് ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നു ഇങ്ങനെ ചിന്തിക്കുന്നു, നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. സോ ഞാൻ അതൊന്നും ഓർത്തില്ല. ഓക്കെ, ഞാൻ ഓക്കെ. പിന്നെ ഞാനൊരു അതാണ് നല്ല മൈൻഡ് തന്നെയാണ് കാര്യം. ബാക്കിയുള്ളവരെന്ന് പറയുന്നതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോഴും ഒരു കാര്യം ആലോചിക്കുക, ചേച്ചി അങ്ങനെ ഓക്കെ ആ ഒരു വരുന്ന നെഗറ്റീവിനൊക്കെ ഒക്കെ നേരിട്ട് ധൈര്യമായിട്ട് നേരിടാം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കിന് വഴിയെ പോകുന്ന വള്ളി മൊത്തം പിടിച്ച് തലയെ കൊണ്ട് കൊടുക്കാനെ കൊണ്ട് ഒരാൾ വന്നേക്കാണ്. ഈ ചേച്ചിക്ക് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള നെഗറ്റീവ് പിന്നെയും കൂടെ തലയിൽ ഭാരം കൂട്ടി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ് അയാൾ കറുത്ത കണ്ണാടി ചെയ്തേക്കുന്നത്. ഞാൻ എന്തിട്ടാലും ആൾക്കാർക്ക് ഒരു 50% ആൾക്കാർ ഇങ്ങനെ നെഗറ്റീവ്, 50% നമുക്ക് കൂടെ ഉണ്ട് കേട്ടോ. സോ എന്തായാലും നെഗറ്റീവ് കേൾക്കും. നെഗറ്റീവ് അല്ലായിരിക്കും കേൾക്കുന്നത്. ഞാനും ദാസേട്ടനെ കേൾക്കുന്ന കണ്ടില്ലേ, ഞാൻ ചോദിച്ചു നോക്കല്ലേ, കേൾക്കുന്ന കണ്ടില്ലേ, ഇതിലപ്പുറം കേൾക്കേണ്ടി വരും. അപ്പോൾ ഒന്നും കൂടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. സാർ ഓക്കെയാണോ ചോദിച്ചു, ഞാൻ ഓക്കെയാണ്. രേണു എനിക്കൊരു കുഴപ്പമില്ല, ഡേറ്റ് തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞു. അതാണ് ചേച്ചിക്ക് വരുന്ന, അതായത് ഇപ്പം രേണു സുധി എന്ന് പറഞ്ഞൊരു പേര് വെച്ചിട്ട് മറ്റൊരു കല്യാണം എന്ന് പറയുമ്പോൾ അന്യ റീച്ച് ആണെന്നുള്ള അറിയാം. അതിൻ്റെ ഏറ്റവും കൂടുതൽ തെറിവിളി കേൾക്കേണ്ടി വരുന്നവർക്കാണ് രേണു ചേച്ചിക്ക് എന്നുള്ള രീതിയിലാണ് അയാൾ വിചാരിച്ചേക്കുന്നത്. ഓക്കെ, ഒരാൾക്ക് കൂടെ ഒക്കെ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹേറ്റ് സ്പ്രെഡ് ചെയ്ത് അതിനകത്തുനിന്ന് ഒരു റീച്ച് ഉണ്ടാക്കി നെഗറ്റീവ് രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യം. പിന്നെ ചേച്ചി ആണെങ്കിലും ആ ഒരു സാധനത്തിൽ അയാൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഇങ്ങനെ ഒരു പോസ്റ്റ് ഒക്കെ ഇട്ട് അങ്ങനെ ഒരു ക്യാപ്ഷൻ ഒക്കെ കൊടുത്ത് അതിന് വേണ്ടിയിട്ട് നിന്ന് കൊടുക്കേണ്ട പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ ഇപ്പോൾ ആൾക്കാർ അതേ രീതിയിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. കാര്യം അത്ര നെഗറ്റീവായിട്ട് നമ്മുടെ ഫോട്ടോസ് ഇട്ട് നമ്മളോട് കൊളാബ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നമുക്കൊരു നെഗറ്റീവ് വരത്തില്ലെന്ന് ഉറപ്പിച്ചിട്ടല്ലേ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ അടിയിലെ ക്യാപ്ഷൻ വായിച്ചില്ല എന്നുള്ളത് അതൊരു സത്യമാണ്. രേണു ചേച്ചി വായിച്ചില്ലായിരുന്നു. ഇല്ല, ഡോക്ടർ ചെയ്തപ്പോൾ ഞാൻ മറ്റേ പുള്ളിയെ കണ്ടില്ല. ഇത് ഡോക്ടർ ചെയ്യുന്നതെന്നോർത്ത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. രേണു ചേച്ചി കണ്ടില്ല എന്ന് പറയുന്നത് ഒരിക്കലും ഇപ്പം ഞാൻ ലാസ്റ്റ് വീഡിയോക്കകത്തും പറഞ്ഞത്, അതായത് ഇപ്പം ഈ ഒരു മാരേജ് എന്ന് പറയുന്നത് ഒരു ഫേക്ക് ആയിട്ടുള്ള സാധനമാണെങ്കിൽ ഇത് ആൾക്കാർ ഒരിക്കലും ഇതിനെ ഈ രീതിയിൽ എടുക്കൂല. കാരണം ഓൾറെഡി ചേച്ചി കുറേ നെഗറ്റീവ് വരുന്നുണ്ട്. ചേച്ചിയുടെ ആ ഒരു ആർട്ട് ഫോമായിട്ട് മുന്നോട്ട് ജീവിക്കുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ള ആൾക്കാരാണ്. കാര്യം എന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് പറയുന്ന ഒരാൾക്കാരും ഈ പറഞ്ഞ ചേച്ചിയുടെ വീട്ടിൽ അരി വാങ്ങിച്ചുകൊണ്ട് തരത്തില്ല. അപ്പം അങ്ങനെയുള്ളപ്പം ആൾക്കാരുടെ ഇടയിലോട്ട് വടി കൊടുത്തിട്ട് അടി വാങ്ങാൻ നിന്ന പോലത്തെ ഒരു പരിപാടിയാണ് അത്തരത്തിലുള്ള ഒരു ക്യാപ്ഷൻ. ഓക്കെ, അത് കണ്ടില്ല എന്നൊക്കെ പറയുന്നത് ഇപ്പം ഒക്കെ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നേക്കുന്ന ഒരു സാധനം അത് എങ്ങനെയാണ് കണ്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും വെറുതെ ഒരു പോസ്റ്റ് ഉണ്ട് ജസ്റ്റ് ഇങ്ങനെ കൊളാബ് അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ വിടുവല്ലോ ചെയ്യുന്നത്. വീഡിയോസ് ചെയ്യുന്ന ആളുകൾ പലരും പല കമന്റ്സ് എഴുതിയിട്ടിരിക്കുന്നു. അതായത് ഇങ്ങർക്ക് നാണമില്ലേ, രേണു സുധി ഇനി മുതൽ രേണു മനു എന്ന് എഴുതാൻ എന്ത് ധൈര്യമാണ് ഇങ്ങർക്കുള്ളതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര, അതായത് ആ ക്യാപ്ഷനെ പിടിച്ചിട്ട്. അപ്പം
ഈ കറുത്ത കണ്ണാടി പറയുന്നത് കേട്ടോ, അതായത് റിയാക്ഷൻ വ്ളോഗേഴ്സ് മൊത്തം കമന്റ്സ് ഇട്ടെന്ന്. നമ്മളെവിടെയാണ് കമന്റ് ഇട്ടത്? നമുക്ക് വീഡിയോ ഇട്ടാലല്ലേ നമുക്ക് പൈസ ഇട്ടുള്ളൂ. കമന്റ് ഇട്ടത് എന്ത് പ്രയോജനം? നമ്മൾ വീഡിയോസ് ആണ് ഇട്ടത്. അങ്ങനെ പറയണം, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല. ഇതിൽ പോലും ഇടാത്ത സാധനങ്ങളെ കുറിച്ചിട്ടാണ് ഈ പല ആളുകളും കമന്റ് പറയുന്നത്. ഇതൊക്കെ ഞാൻ ഇതൊന്നും ഇങ്ങനെ ഒരു കമന്റ് ഇട്ടിട്ടില്ല. എഴുതി പോലും ഇടാത്ത കാര്യങ്ങളും എനിക്ക് വളരെ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഞാനിട്ട വീഡിയോക്കകത്ത് നിങ്ങളായിട്ട് ആ ഒരു ക്യാപ്ഷനെ പറ്റിയിട്ട് മാത്രമേ നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെ നിങ്ങൾ മാരേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം തന്നെ. ഒരിക്കലും ഇനി ഒരു രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ ആൾക്കാർ പറഞ്ഞാൽ അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ഓക്കെ, അവിടെ നിന്ന് നമ്മുടെ നെഗറ്റീവ് കാര്യങ്ങളൊന്നും പറയില്ല. ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് മാത്രം സംസാരിച്ചിരിക്കുന്നത്. ഓക്കെ, ആ ഒരു ക്യാപ്ഷൻ വെച്ചിട്ട് ഈ ക്യാപ്ഷൻ വെച്ചിട്ട് ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഇവിടെ ഒരാളും സംസാരിച്ചില്ല. നിങ്ങൾ ഇട്ടേക്കുന്ന ക്യാപ്ഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പച്ചച്ചോറ് തന്നെയാണ് തിന്നുന്നത്. അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ എനിക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് റിമൂവ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, ഇട്ട ക്യാപ്ഷനും ഇതൊക്കെ റിമൂവ് ചെയ്യാം. പക്ഷേ അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതവിടെ ഇരുന്നാൽ മാത്രമേ നമുക്ക് നാളെ ക്ലാരിഫിക്കേഷൻ പറയാൻ പറ്റുള്ളൂ. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എത്ര വലിയ ക്ലാരിഫിക്കേഷൻ അതിൽ കൊടുത്താലും ഓഡിയൻസ് അത് അക്സെപ്റ്റ് ചെയ്തില്ല. അതിനെ ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ക്ലാരിഫിക്കേഷൻ. പച്ച മലയാളത്തിൽ ഇതിനെ വീണടുത്ത് കിടന്ന് ഉരുളുക എന്നാണ് ഞാൻ എന്റെ നാട്ടിലൊക്കെ പറയുന്നത്. ക്യാപ്ഷൻ കണ്ടിട്ടാണ് വിമർശിച്ചത്. ഇപ്പൊ ദാസേട്ടന്റെ കൂടെയുള്ള റീല് വന്നു, അതിന് ഭയങ്കരമായ സപ്പോർട്ട് സോഷ്യൽ മീഡിയയിൽ ഇത്തരം റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ തന്നിരുന്നു. ഇതിൽ ഈ ഒരു ക്യാപ്ഷനെയാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അതായത് വൈറലാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റീച്ചിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുന്നുണ്ടോ ആ ഒരു ഞാൻ പോകും എന്നാണ്. അതാണ് കൊടുകൈ. എന്നാലും എന്റെ ആങ്കറേജ് ചെയ്ത് ഞങ്ങളെയൊക്കെ ഒന്നും മനസ്സിലാക്കില്ല. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. ഇവർക്കൊന്നും നമ്മൾ വേറെ കമന്റ് ഇട്ടു ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞതൊക്കെയാണ് നമ്മുടെ കറുത്ത കണ്ണാടി പറയണേ. രേണു നോക്കിയിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ പറഞ്ഞു. അപ്പൊ രേണു പറഞ്ഞു, ചേട്ടാ ഞാൻ ഇതൊന്നും വായിക്കാൻ മെനക്കെടുന്നൊന്നുമില്ല, ചേട്ടന് ഇഷ്ടമുള്ളത് എന്താ വെച്ചാൽ ചെയ്തു. ഇഷ്ടമുള്ളത് ഇഷ്ടോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കല്യാണം കഴിഞ്ഞു എന്നുള്ള രീതിയിലുള്ള സാധനമൊക്കെയാണ് അവിടെ ഇടുന്നത്. ഒരു മര്യാദ വേണ്ട. ഇതാണ് പറഞ്ഞത്. അങ്ങനെ ഒരു അവസരം, ഓക്കെ, അങ്ങനെ ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇട്ടോളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ആ ഒരു നെഗറ്റീവിനെ മനസ്സിലാക്കി അതിനെ എടുത്ത് വെച്ച് അങ്ങ് ചൂഷണം ചെയ്യാണ് ചെയ്തത്. റിയാക്ഷൻ വീഡിയോസുകാർക്കാണ് ഏറ്റവും കൂടുതൽ സഹിക്കാൻ പറ്റാത്തത്. അവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. ഈ ക്യാപ്ഷൻ ഇട്ടു എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. ഇതില്ലാന്ന് ഞാൻ പറയുന്നില്ല, അവിടെ തന്നെ കിടപ്പുണ്ട്. കുറച്ച് മുന്നേ അല്ലേ ഇയാൾ പറഞ്ഞത് അങ്ങനെ ഒരു ക്യാപ്ഷൻ ഇല്ല, ആൾക്കാർ ഇതിനെ തെറ്റിദ്ധരിച്ച് അല്ലെങ്കിൽ വേറെ ഇല്ല, ഞാൻ പറയാത്ത കാര്യം അല്ലെങ്കിൽ എഴുതാത്ത കാര്യമാണ് വേറെ ഇട്ടുകൊണ്ട് പോയേക്കുന്നത്. ഏതെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കുക. ഇതിന്റെ ഏറ്റവും അടിയിൽ എന്ന് നിങ്ങളുടെ സ്വന്തം മനു എൻ്റെ കോൺടാക്ട് നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കോൺടാക്ട് നമ്പർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അത് ഈവൻ ഞാനല്ല, ഇനി വേറൊരാളാണെങ്കിൽ ആരും ആയിക്കോട്ടെ, ഇപ്പം ഞാൻ എൻ്റെ പേജിനെ കുറിച്ച് ഞാൻ തന്നെ വെച്ചു, ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ പർപ്പസ് എന്തായിരിക്കും? അവർക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ വേണമെങ്കിൽ, അവർ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഫർദർ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നമ്പർ അവിടെ കൊടുത്തത്. ഇല്ലെങ്കിൽ നമ്പർ കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ ഈ നമ്പർ കൊടുത്തിട്ട് ഒരൊറ്റ റിയാക്ഷൻ വീഡിയോസ് ചെയ്ത ആളുകൾ, നിങ്ങളെപ്പോലെ ഇത്രയും എന്താ പറയുന്ന ഭയങ്കര റീച്ചിൽ നിൽക്കുന്ന യൂട്യൂബ് ചാനലുകൾ നമ്മളെ കോൺടാക്ട് ചെയ്ത് ഇന്റർവ്യൂസിന് വേണ്ടി കോൺടാക്ട് ചെയ്തതെന്നല്ലാതെ ഒരൊറ്റ റിയാക്ഷൻ വീഡിയോസ് ചെയ്ത ആളുകൾ പോലും ഇതെന്താണ് സംഭവം, ഇത് ആഡാണോ, സിനിമയാണോ, സീരിയലാണോ, അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ചതാണോ ചോദിച്ചിട്ട് ഒരാൾ പോലും വിളിച്ചിട്ടില്ല. എന്താണ് റീസൺ? അതങ്ങനെ അവർ ചെയ്യാത്തതിന്റെ റീസൺ എന്താണ്? അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ആ ക്യാപ്ഷന് താഴെ ഒരു നമ്പർ ഉണ്ടായിരുന്നു, ആ ഒരു നമ്പറിൽ വിളിച്ച് ചോദിക്കണമായിരുന്നു എന്നുള്ളതാണ്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഇങ്ങനെ ഒരു ഫോട്ടോ ഇട്ട ടൈമിൽ എന്നെ വിളിച്ച് ചോദിച്ചു, പിന്നെ ഞാൻ എന്തിനാ ഒരു വീഡിയോ ഇടുന്ന ടൈമിൽ നിങ്ങളെ വിളിച്ച് ചോദിക്കണം? മറുപടി പറയണം മിസ്റ്റർ. അതിന് ഒരേ ഒരു റീസണേ ഉള്ളൂ. ഇവർ ഇത് വിളിച്ച് ക്ലാരിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് സംഭവം ഇങ്ങനെയാണെന്ന് നമ്മൾ പറയും. അപ്പോൾ എടോ കറുത്ത കണ്ണാടി, ക്ലാരിഫിക്കേഷൻ കിട്ടിയാലും ഇല്ലെങ്കിലും നമുക്കൊരു അതിൻ്റെതായിട്ടുള്ള നാക്കിൽ വീഡിയോ ചെയ്യാനെ കൊണ്ട് നമുക്കറിയാം. ഓക്കെ, അത് ആദ്യം താങ്കൾ മനസ്സിലാക്കുക. നമുക്ക് ഇത് മാത്രമല്ല നമുക്ക് കണ്ടന്റ് ആയിട്ടുള്ളത്. ഞാനിവിടെ ഇപ്പോൾ ഇന്റർവ്യൂവിന് ഇരിക്കുന്നെങ്കിൽ ഇതിന്റെ ഒരു കാരണം കൊണ്ടാണല്ലോ ഞാനിവിടെ ഇന്റർവ്യൂ ഇരിക്കുന്നത്. ഞാനിവിടെ ഇത്രയും നാൾ ഇവിടെ ഉണ്ടായിരുന്നിട്ടും ആരെങ്കിലും എന്നെ ഇന്റർവ്യൂവിന് വിളിച്ചോ? ഓഫ്കോഴ്സ് മുമ്പ് ഒരു പ്രോജക്ട് ചെയ്തപ്പോൾ വിളിച്ചു, ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്. ഇതൊരു രോദനമാണോ നമ്മളിപ്പോൾ കേട്ടത്? അതായത് മറ്റൊരു ടൈമിൽ എന്നെ ഇന്റർവ്യൂവിന് വിളിക്കുന്നില്ല, ഇങ്ങനെ എന്തെങ്കിലും വിവാദമൊക്കെ ഉണ്ടാക്കുമ്പോൾ മാത്രമേ നമ്മളെ ഇന്റർവ്യൂവിന് വിളിക്കുന്നുള്ളൂ. എക്സാക്ട്ലി നിങ്ങൾ അതിന് വേണ്ടിയിട്ട് തന്നെയല്ലേ ഈ ഒരു സാധനം ചെയ്യുന്നത്. കാര്യം ആ ഒരു നെഗറ്റീവ് ഇമേജിൽ അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് പ്രൊമോഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് റീച്ച് അല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? അത് തന്നെയല്ലേ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയത്. ഓക്കെ, അല്ലാതെ നിങ്ങൾ എന്തെന്നാണ് ഈ പറയണേ? അല്ലെങ്കിൽ എന്ത് ഉടായ്പ കാണിച്ചും റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണോ? എന്ത് ഉടായ്പ കാണിച്ചും റീച്ച് കിട്ടുക എന്നുള്ള ഒരു ഉദ്ദേശം എനിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു സാധനം ഞാനാണ്. മതി. ഇനി ഉഡായിപ്പിന്റെ കാര്യം പറയാം. അന്ന് അങ്ങനെ ഒരു ഫസ്റ്റ് ഒരു ഈ പറയുന്ന പോലെ പോസ്റ്റ് ഇട്ട്, ഓക്കെ, അതൊരൊറ്റ ഫോട്ടോയ്ക്ക് അല്ലെങ്കിൽ ഒരൊറ്റ വീഡിയോക്ക് മാത്രമാണെന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് മനസ്സിലാക്കാം. അത് കഴിഞ്ഞ് ഒരു സാധനം കൂടെ പുള്ളി ഇട്ടേ, ഇതേക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. വീണ്ടും ആ ഫോട്ടോ ഇട്ടേക്കുന്ന ക്യാപ്ഷനാണ്, ഇതേക്കുറിച്ച് ഒരുപാട് പറയാനുള്ളത്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു സാധനം ഇട്ടിട്ടുണ്ട്, രേണു സുധി ഇനി മുതൽ രേണു മനു ക്വസ്റ്റ്യൻ മാർക്ക് പിന്നെ ഞെട്ടുന്ന ഒരു സ്റ്റിക്കറും. ഓക്കെ, ഇത് കാണുമ്പോൾ ഇങ്ങനൊരു ക്യാപ്ഷൻ ഇട്ടാണ്. പിന്നെ ഉഡായിപ്ലിക്കേഷനാണ് അതിനകത്ത് താഴെ കൊടുത്തേക്കുന്നത്. 4 ഫോട്ടോ കണ്ട പാടെ കടിച്ചു കയറാനൊന്നും ആരും ചെല്ലേണ്ട, അവളുടെ ഇഷ്ടമല്ലേ. ആൽബം, ഫോട്ടോഷൂട്ട്, സിനിമയൊക്കെ ആയി ജീവിതം മുന്നോട്ട് തന്നെ പോകട്ടെ. ഭർത്താവ് മരിച്ച പെണ്ണുങ്ങളെല്ലാം വെള്ള സാരി ഉടുത്ത് എന്നും കരഞ്ഞു പിഴിഞ്ഞ് ഇരിക്കണം എന്നൊരു നിർബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇങ്ങനെ ഈ പറയുന്ന പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ടൈപ്പ് അല്ല കേട്ടോ. മോഹൻലാലിന്റെ ഒക്കെ കാര്യം പറഞ്ഞിട്ടില്ല. ലാലേട്ടൻ സിനിമയിലോട്ട് വന്നു വെച്ചാൽ ലാലേട്ടന്റെ ഫ്രണ്ട്സ് ഗ്യാങ്, ഒരാൾക്ക് സംവിധാനം, ഒരാൾക്ക് പ്രൊഡക്ഷൻ, സുരേഷ് സാർ പ്രൊഡക്ഷൻ, പ്രിയദർശൻ സംവിധാനം, പ്രിയദർശൻ സാർ സംവിധാനം, അങ്ങനെ ഓരോരുത്തരും അങ്ങനെ വന്നതുകൊണ്ടാണ് പുള്ളിക്ക് അഭിനയം
MG ശ്രീകുമാർ സാറ് പാടുന്നു. അപ്പൊ അങ്ങനെ വന്നതുകൊണ്ടാണ് ആ ഒരു ഇതേപോലെ നമ്മൾ ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. മലയാള സിനിമയിൽ അടുത്ത മോഹൻലാലിനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ആ ഒരു കറുത്ത കണ്ണാടി. ഇരിക്കുമ്പോൾ ഒരു ചെറിയൊരു ചരിവൊക്കെ ഉണ്ട്. എന്താ മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു ക്യാപ്ഷനൊക്കെ ഇട്ട് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതാ അദ്ദേഹത്തിന്റെ ഒരു ചെറിയൊരു ചരിവൊക്കെ മലയാളത്തിലെ അടുത്ത മോഹൻലാലാണ്. പക്ഷേ അങ്ങനെ ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഇത്തരത്തിൽ വൈറലാവാൻ നോക്കിയാലും ഇപ്പൊ ലാലേന്റെ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ തന്നെ പറയാണ് ലാലേട്ടന് കഴിവുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എക്സിസ്റ്റൻസ് സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തില് കഴിവില്ല. ഇതിന് ഞാൻ മറുപടി പറയുന്നില്ല. നമ്മുടെ ഈ കറുത്ത കണ്ണാടിയുടെ മൈൻഡില് ഇനി നമുക്ക് ബാക്കി കേൾക്കാം. ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞില്ലേ ലാലേട്ടന് കഴിവുണ്ട്, ലാലേട്ടന് ബാക്കി ഫാക്ടേഴ്സ് ഒക്കെ ഫേവറബിൾ ആയിട്ട് വന്നു, എനിക്ക് കഴിവുണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇവിടെ ഉണ്ട്. രണ്ടാമത് ആ ക്വസ്റ്റ്യൻ മാർക്ക് നമുക്ക് പൂരിപ്പിക്കും. ഇദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യും. ഇദ്ദേഹത്തിന്റെ കഴിവാണ്, ആ കഴിവ് അങ്ങോട്ട് പ്ലേ ചെയ്യാം. ഓക്കെ, ആളെന്ന് ഒഴിച്ചു ഒരു പെഗ് നമ്മുടെ ഗ്ലാസ്സിലേക്ക് അങ്ങോട്ട് ഒഴിക്കാം. മിൽമയുടെ അല്ല കീഴിലും പാലുണ്ടല്ലോ, അത് ഡിഫറെന്റ് സാധനം. എൻ്റെ പൊന്നു മക്കളെ, ഇതാണ് ഇദ്ദേഹത്തിന്റെ കഴിവ്. ഓക്കെ, ഇതിനകത്ത് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇതിനകത്ത് നമ്മുടെ രേണു സുധി എന്ന് പറയുന്ന ആ ഒരു ലേഡിക്ക് ഇപ്പൊ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ സൈബർ അടുത്ത് നേരിടുന്ന ഇത്രയും വലിയൊരു അറ്റാക്കിനെയൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ അയാളെ യൂട്ടിലൈസ് ചെയ്തു, അതിനെ വലിയൊരു റീച്ച് ആക്കി. അതുകൊണ്ട് അയാൾക്ക് ഗുണമുണ്ടായി, ശരിയാണ്, സംഭവമൊക്കെ ശരിയാണ്. ആ ഒരു നെഗറ്റീവ് ഫെയിം എന്തായാലും അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടന്റ് ചെയ്ത് തന്നെ അങ്ങനെ ഒരു നെഗറ്റീവ് സാധനം ഇട്ടതിൻ്റെ പേരിൽ തന്നെയാണ്. പക്ഷെ അതിനകത്ത് എപ്പോഴും ആലോചിക്കുക, ഒരു അടുത്തൊരു സുഹൃത്ത് അല്ലെങ്കിൽ നല്ലൊരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ ഭാവിച്ച് അടുത്ത് വന്നിട്ട് ആ ഒരു ലേഡിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നെഗറ്റീവിനാണ് ഇയാൾ വന്നിട്ട് മറ്റേ കച്ചവടം ചെയ്തിട്ട് ആൾക്കാരുടെ മുന്നോട്ട് നെഗറ്റീവ് റീച്ചിന് വേണ്ടിയിട്ട് കൊണ്ടെത്തിച്ചേക്കുന്നത്. എന്തായാലും കൊള്ള അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി.